Hello friends, in a YouTube video. Now, in this video, we will Impex and Hometheatre speakers. Now, speakers change in the video. Now, speakers purchase today. Now, we will video. Now, KDA speaker replace this speaker. This is 3-inch 18 watts woofer. Woofer speaker is used. That is Penon company 3-inch woofer. This is a quality woofer. Now, magnet system. That is diaphragm used. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ഡസ്റ്റ് ഗ്യാപ്പും ഇവർ ഇതിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇംപെഡൻസ് പറയുന്നത് 4 ഓം ഇംപെഡൻസ് ആണ്. അപ്പോൾ കേടായ സ്പീക്കർ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ സ്പീക്കർ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കേടായ സ്പീക്കർ ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് സ്പീക്കർ ഗ്രില്ല് ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു. അത് 4 ഭാഗത്ത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ടൊന്ന് തിക്കി കൊടുത്താൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ തന്നെ മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിത് സോൾഡർ ചെയ്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് മാറിയെടുക്കും കഴിയും. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള സ്പീക്കേഴ്സ് കേടായി കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വളരെ തുച്ഛമായ വിലയിൽ തന്നെ നമുക്കിത് മാർക്കറ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് സക്സസ്ഫുള്ളായിട്ട് ഞാനിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് വയറിംഗ് കണക്ഷൻ കൊടുക്കണം, നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കണം. അതിന് തുടക്കത്തിലുള്ള ഭാഗം പോസിറ്റീവും പിന്നീട് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ബാക്കിലെ കണക്ടർ നോക്കിയിട്ട് അതിൻ്റെ വയർ കൃത്യമായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്തായിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന സ്പീക്കറാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ട്വിറ്റർ മാത്രമേ വർക്കാവൂ. അതുപോലെ തന്നെ അതിൻ്റെ 2 സ്പീക്കേഴ്സും കേടായതാണ്. അതായത് IC അടിച്ച് പോയത് കൊണ്ടാണ് ഇത് മൊത്തം കേടാൻ കാരണം. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്തൊന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഭാഗം നമ്മൾ തട്ടിച്ച് നോക്കിയാൽ നമുക്ക് ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാനിത് കൊണ്ടാണ് എനിക്കിത് കണക്ട് ചെയ്യാനുള്ള കുറച്ച് ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അപ്പോൾ സ്പീക്കറിൻ്റെ 2 ഭാഗത്തും ഞാനിത് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബീപ്പ് സൗണ്ടും അതുപോലെ തന്നെ റീഡിങ്ങും ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതിനർത്ഥം ആ സ്പീക്കർ കംപ്ലൈൻ്റ് ആണെന്നാണ്. അപ്പോൾ സ്പീക്കർ ഷോർട്ട് ആണെങ്കിലും നമുക്ക് ബീപ്പ് സൗണ്ട് കേൾക്കാൻ കഴിയും. പക്ഷേ സ്പീക്കറിൻ്റെ സൗണ്ട് വളരെ കുറവായിരിക്കും. അത് നമ്മൾ ആംപ്ലിഫയറിൽ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ അതിന് പകരം ഞാൻ ഈ പുതിയ സ്പീക്കേഴ്സ് റീപ്ലേസ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ സ്പീക്കേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പഴയ സ്പീക്കേഴ്സ് കൊണ്ടുപോയിട്ട് അതിന് സൈസ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഇത് സൈസ് ശരിയ രീതിയിൽ ഇതിൽ മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഈ സ്പീക്കർ ഞാൻ സക്സസ്ഫുള്ളായിട്ട് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്യുക. നമ്മളതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും മാറാതെ സോൾഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ നല്ല സൗണ്ട് വേണമെങ്കിൽ പൊളാരിറ്റി മാറാതെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ സ്പീക്കർ ടെസ്റ്റ് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഓഡിയോ ഔട്ട്പുട്ട് ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി കവർ ചെയ്തു. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്കൊരു പേപ്പറൊക്കെ ഇട്ട് ഇതിൻ്റെ വർക്കിങ്ങൊക്കെ കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി കവർ ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കേടായ സ്പീക്കേഴ്സ്. അപ്പോൾ 4 സ്പീക്കേഴ്സാണ് ഞാനിവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ IC അടിച്ചു പോയത് കൊണ്ട് ഈ സ്പീക്കറൊക്കെ അടിച്ചു പോയതാണ്. അതായത് ഇതിൻ്റെ കോയിലൊക്കെ ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ ചില സ്പീക്കേഴ്സിൽ നിന്ന് ചെറിയ രീതിയിൽ ശബ്ദം വരുന്നുണ്ട്. ആ സ്പീക്കേഴ്സ് നമ്മൾ വീണ്ടും വെച്ച് കഴിഞ്ഞാൽ ആ IC വീണ്ടും കേടായി പോകാൻ സാധ്യതയുണ്ട്. ഇത് റിവൈൻഡ് ചെയ്തെടുക്കുന്നതിൽ കാണുന്നുള്ളത് പുതിയ സ്പീക്കേഴ്സ് വാങ്ങി ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്റേഴ്സിൻ്റെ ഇതുപോലുള്ള സ്പീക്കേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇതിന് പകരമായിട്ട് നമുക്ക് മാർക്കറ്റിൽ അതേ സൈസുള്ള സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. അത് മേടിച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഹോം തിയേറ്റേഴ്സിൻ്റെ ചാനൽ IC അടിച്ചു പോകാനുള്ള മെയിൻ കാരണം നമ്മൾ കൂടുതൽ ഡിസ്റ്റൻസിൽ സ്പീക്കർ വെക്കുന്നതുകൊണ്ടാണ്. അതായത് 3-4 മീറ്ററിൽ അധികം നമ്മൾ ലെങ്ത്തിൽ വയർ കൊടുത്തിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ICയുടെ ഡ്യൂറബിലിറ്റി കുറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് IC പെട്ടെന്ന് തന്നെ അടിച്ചു പോകാൻ കാരണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.